ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് അനാലിസിസിൽ കൺസെപ്റ്റ്സ് ഓഫ് റവന്യൂ, ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, ആ ഒരു കൺസെപ്റ്റ്സ് നമ്മൾ നോക്കും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AR ആൻഡ് MR കർവ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൺസെപ്റ്റ്സ് ഓഫ് റവന്യൂ നോക്കാം. അപ്പോൾ അതിൽ റവന്യൂ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നോക്കാനുള്ളത് മാർജിനൽ റവന്യൂ, ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ. ഈ റവന്യൂസിനെ നമ്മൾ ഇക്കണോമിക്സിൽ വെറും റവന്യൂ എന്നല്ല പറയുക. മാർജിനൽ റവന്യൂ, ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, അങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് റവന്യൂ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം, ഏതൊരു ഫേമായാലും ആ ഒരു ഫേമിൻ്റെ ലെവൽ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്ത് വെച്ചിട്ടാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുക? ആ ഒരു ഫേമിനുണ്ടായ കോസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ഫേമിന് ലഭിച്ച റവന്യൂ. The cost and revenue of a firm determine its nature and level of profit. അപ്പോൾ എന്താണ് കോസ്റ്റ്? ഈ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷന് വേണ്ടി പ്രൊഡ്യൂസർ മീറ്റ് ചെയ്ത എക്സ്പെൻസ് ആണ് നമുക്ക് കോസ്റ്റ് ഓഫ് ദ കമ്മോഡിറ്റി എന്ന് പറയാം. അതുപോലെ തന്നെ റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇൻകം. ഒരു ഫേം ആ ഉണ്ടാക്കിയ കൊമോഡിറ്റിയുടെ സെയിൽ വഴി ആ ഒരു ഫേമിന് ലഭിക്കുന്ന എമൗണ്ട് ഓഫ് ഇൻകം ആണ് എന്ത്? ആ ഒരു ഫേമിൻ്റെ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റവന്യൂ കൺസെപ്റ്റിൽ വെറും റവന്യൂ അല്ല നമ്മൾ എക്കണോമിക്സിൽ പറയുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റവന്യൂ എക്കണോമിക്സിൽ പറയുമ്പോൾ ഇറ്റ് മേ ബി ടോട്ടൽ റവന്യൂ, മാർജിനൽ റവന്യൂ, ആവറേജ് റവന്യൂ. ടോട്ടൽ റവന്യൂ എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ സെയിൽ നിന്ന് ഉണ്ടായ, അതായത് ആ ഒരു ഫേമിലുണ്ടായ ടോട്ടൽ ഔട്ട്പുട്ട് സെൽ ചെയ്തു അറ്റ് എ ഗിവൺ പ്രൈസ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഒരു ഫേം 100 യൂണിറ്റ് കമ്മോഡിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഓരോ യൂണിറ്റും 5 രൂപ വെച്ചിട്ടാണ് ആ ഒരു ഫേം സെൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഫേമിൻ്റെ റവന്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കമ്മോഡിറ്റി സെൽ ചെയ്താൽ 5 രൂപയാണ് അവർക്ക് റവന്യൂ. അങ്ങനെ എത്ര കമ്മോഡിറ്റി ആ ഫേം സെൽ ചെയ്യുന്നുണ്ട്? 100 യൂണിറ്റ് സെൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ഫേമിൻ്റെ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി എന്താണ്? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി സോൾഡ് ആണ്. എത്ര രൂപയ്ക്ക് എത്ര ക്വാണ്ടിറ്റി കൊടുത്തു അതിന്. അപ്പോൾ ടോട്ടൽ റവന്യൂ TR ഈസ് ഈക്വൽ ടു P ഇൻറ്റു Q. P എന്ന് വെച്ചാൽ പ്രൈസ്, Q എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി. ടോട്ടൽ റവന്യൂ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയുള്ളത് ആവറേജ് റവന്യൂ. ആവറേജ് റവന്യൂ എന്ന് വെച്ചാൽ ആവറേജ് ആണല്ലേ. ആവറേജ് റവന്യൂ ഈസ് ദ റവന്യൂ പെർ യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി സോൾഡ്. അതായത് ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് എന്ത്? ആവറേജ് റവന്യൂ. അതായത് ടോട്ടൽ റവന്യൂ 500, എത്ര ക്വാണ്ടിറ്റി? 100 ക്വാണ്ടിറ്റി. അപ്പോൾ ആവറേജ് റവന്യൂ എന്ന് വെച്ചാൽ എന്താണ്? 500/100, അതായത് 5 എന്ന് കിട്ടുന്നതാണ് എന്ത്? ആവറേജ് റവന്യൂ, 5 രൂപ. ഇവിടെ ഇപ്പോൾ നോക്കൂ, ആവറേജ് റവന്യൂ ഇവിടെ എന്തായി? പ്രൈസായി വന്നില്ലേ? ഓക്കെ. ഇനി വരുന്നതാണ് മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂവിൽ ആഡ് ഓൺ ചെയ്ത് വരുന്നതിനെയാണ് എന്ത് വിളിക്കുക നമ്മൾ? മാർജിനൽ റവന്യൂ എന്ന് പറയാം. അതായത് ഒരെണ്ണം കൂടിയും സെൽ ചെയ്താൽ എത്രയാണ്? അതായത് ടോട്ടൽ റവന്യൂ ഇപ്പോൾ 500 ആണെന്ന് വിചാരിക്കുക. ഇനി ഒരെണ്ണം കൂടി സെൽ ചെയ്താൽ എത്രയാവും എന്ന് നമ്മൾ നോക്കില്ലേ? ആ ഒരു ചേഞ്ച്, വ്യത്യാസം, അതിനെയാണ് എന്ത് വിളിക്കുക? മാർജിനൽ റവന്യൂ എന്ന് വിളിക്കുക. മാർജിനൽ റവന്യൂ ഇസ് ദ അഡീഷൻ ടു ടോട്ടൽ റവന്യൂ ബൈ സെല്ലിംഗ് 1 more യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി. അപ്പോൾ മാർജിനൽ റവന്യൂ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സോൾഡ്. MR ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ TR ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. ഇതിൽ എക്സാമ്പിൾ നോക്കൂ, 5 യൂണിറ്റ് ഒരു പ്രൊഡക്റ്റ് വെർ സോൾഡ് അറ്റ് എ റവന്യൂ ഓഫ് 50 rupees. പിന്നെന്താ പറയണേ? 6 യൂണിറ്റ് അതേപോലെ സാധനം 60 രൂപയ്ക്ക് കൊടുത്തു. അപ്പോൾ ആദ്യം 5 യൂണിറ്റ് 50 രൂപയ്ക്കും 6 യൂണിറ്റ് 60 രൂപയ്ക്കും കൊടുത്താൽ അതിൻ്റെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ. അപ്പോൾ ഇവിടുത്തെ റവന്യൂകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60ഉം 50ഉം അവരുടെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് AR കർവും അല്ലെങ്കിൽ ARഉം MRഉം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AR ആൻഡ് MR അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. Q എന്ന് പറയുന്നതാണ് ക്വാണ്ടിറ്റി, AR എന്ന് പറയുന്നതാണ് ആവറേജ് റവന്യൂ, TR ഈസ് ദ ടോട്ടൽ റവന്യൂ ആൻഡ് MR ഈസ് ദി
മാർജിനൽ റവന്യൂ. ഇതൊരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കണ്ടീഷനാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പ്രത്യേകത എന്താ? എ വെരി ലാർജ് നമ്പർ ഓഫ് ഫേംസ് ആർ ദോ, അല്ലേ? ഇവർ എന്താണ് സെല്ലിയാണ്, ഹോമോജീനിയസ് പ്രൊഡക്റ്റാണ് ഇവർ സെല്ല് ചെയ്യുക. ലാർജ് നമ്പർ ഓഫ് ഫേംസ് സെല്ലിങ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്നത്. അപ്പോൾ ഒരാളുടെ അവരെന്താണ് പ്രൈസ് ടേക്കേഴ്സാണ്, അല്ലേ? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരുപാട് ഫേംസ് ഒരേപോലത്തെ സാധനങ്ങൾ വിൽക്കുന്നത് കൊണ്ട് ഒരാൾ കൂട്ടി കുറച്ചു എന്ന് വിചാരിച്ചിട്ട് വലിയ മാറ്റമൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇവരിൽ ഈ ഒരു കളക്റ്റീവ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, മൊത്തത്തിലുള്ള മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ഇവരുടെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? പ്രൈസ് ടേക്കേഴ്സാണ്. മാർക്കറ്റിൽ വരുന്ന ആ ഒരു പ്രൈസ് ഇവരെ ആക്സെപ്റ്റ് ചെയ്ത് അതിൽ വിൽക്കണം. ഓക്കെ, കാരണം thus the firm is a price taker and hence the firm's demand curve is ഇൻഫൈനൈറ്റ്ലി ഇലാസ്റ്റിക്. ഹൊറിസോണ്ടൽ ഷേപ്പിലായിരിക്കും ഡിമാൻഡ് കർവ് വരിക, കാരണം ഇവർ പ്രൈസ് ടേക്കറാണ്, ഇൻഇലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേം എന്ത് ചെയ്യാണ്? കുറേ അവരുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്, ഒരു ഗിവൺ പ്രൈസിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അവരുടെ ടോട്ടൽ റവന്യൂ കൂടുകയാണ്, അല്ലേ? 1 കൊടുത്തിരുന്നവരെ ഇപ്പോൾ എത്ര ക്വാണ്ടിറ്റി സെല്ല് ചെയ്യുന്നുണ്ട്? 7 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ടോട്ടൽ റവന്യൂ 10 നിന്ന് 70 വന്നിരിക്കുന്നു. അപ്പോൾ അവരുടെ ടോട്ടൽ റവന്യൂ ഈസ് ഗെറ്റിംഗ് ഇൻക്രീസ്, but the rate of increase in the total revenue will be constant. നോക്കൂ, 10 നിന്ന് 20, 20 നിന്ന് 30, 30 നിന്ന് 40, ആ ഒരു കൂടൽ ഈ ഒരു റേറ്റ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ വരുന്ന ഈ ഒരു ടേബിളിൽ നോക്കൂ, ഇവിടെ വരുന്ന ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് തന്നെയല്ലേ ഇവിടെ വരുന്ന മാർജിനൽ റവന്യൂ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ തമ്മിൽ എന്താ ബന്ധം? AR = MR. ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും ടോപ്പിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.